നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണം, പ്രതിപക്ഷ നേതാവ്. ഭാരത് റൈസ് ഇറക്കിയത് തൃശൂരിൽ മാത്രം, കേന്ദ്രം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നു, മന്ത്രി GR അനിൽ. ദൈർഘ്യം കൂടുതൽ, ഏകദിനം 40 ഓവറായി കുറയ്ക്കണമെന്ന് ആരോൺ ഫിഞ്ച്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഏജൻസി നടപടി എടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സാലോജിക് കമ്പനിക്കെതിരായ SFIO അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ സഹായം നൽകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ സമരം കേരളത്തിന് അപമാനകരമാണെന്നും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരത് റൈസ് ഇറക്കി കേന്ദ്രം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി GR അനിൽ. കേന്ദ്ര സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നു. കേന്ദ്ര സെക്രട്ടേറിയറ്റ് BJP RSS കേന്ദ്രങ്ങളായി മാറി. കേന്ദ്രത്തിന്റെ നടപടിക്ക് പിന്നിൽ സങ്കുചിത രാഷ്ട്രീയം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഭാരത് റൈസ് വിതരണം ചെയ്യുന്നില്ല. രാജ്യത്ത് എത്തിച്ചത് തൃശൂരിൽ മാത്രമാണെന്നും GR അനിൽ വ്യക്തമാക്കി. ഭാരത് റൈസ് വിതരണം രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഭാരത് അരി വിതരണത്തിലില്ല. കേന്ദ്രത്തിന്റെ നടപടി സങ്കുചിത രാഷ്ട്രീയമാണ്. നേരിട്ടുള്ള വിതരണം ഫെഡറൽ മര്യാദകളുടെ ലംഘനമാണ്. സപ്ലൈകോയിൽ അരിയില്ലെന്ന് വരുമ്പോൾ ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുന്ന നടപടിയാണിത്. സർക്കാരിനെതിരെ തിരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന സങ്കുചിത നടപടിയാണിത്. റിലയൻസിനെ കേരളത്തിലെ മാർക്കറ്റിൽ എത്തിക്കാനാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഏകദിന ക്രിക്കറ്റിൽ ഓവറുകൾ വെട്ടിച്ചുരുക്കണമെന്ന് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച്. ODI മത്സരങ്ങളുടെ ദൈർഘ്യം കൂടുതലാണ്, കാണികളെ ആകർഷിക്കാനുള്ള സാധ്യത കുറവാണെന്നും 50 ഓവർ 40 ഓവറാക്കി ചുരുക്കണമെന്നും ഫിഞ്ച് അഭിപ്രായപ്പെട്ടു. മത്സരം 40 ഓവറുകൾ വീതമാക്കി നടത്തണം. അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിൽ അവർ Pro 40 മത്സരങ്ങളുമായി എത്തിയപ്പോൾ അത് വലിയ വിജയമായി മാറി. ഏകദിന മത്സരങ്ങൾ വളരെ ദൈർഘ്യമേറിയതാണ്. എന്റെ അഭിപ്രായത്തിൽ ടീമുകൾ അവരുടെ 50 ഓവറുകൾ ബൗൾ ചെയ്യുന്ന വേഗത വളരെ കുറവാണ്. 50 ഓവർ ക്രിക്കറ്റിൽ 1 മണിക്കൂറിൽ 11-12 ഓവറുകളൊക്കെയാണ് എറിയുന്നത്. ഇത് അസ്വീകാര്യമാണ്. ആരാധകരെ പരിഗണിച്ചാണ് മത്സരം നടത്തേണ്ടത്, ഫിഞ്ച് പറഞ്ഞു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.